ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? നമ്മൾ പെരുന്നാൾ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു നാടൻ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു വിശേഷങ്ങൾ വീട്ടുജോലികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇന്ന് ചെറിയൊരു അലകുലുത്ത് ദിവസമാണ്. വെച്ചാൽ ചെറിയൊരു മഴയും അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജോലി, അടുക്കള, പാചകം മാത്രമേ ഉള്ളൂ കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് നമുക്ക് കമൻറ്റ് തിരിച്ച് റിപ്ലൈ അയക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. എന്താ വെച്ചാൽ എൻ്റെ സ്റ്റുഡിയോയുടെ പ്രശ്നമാണ് കേട്ടോ. യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പിന്നെ എന്താ കമൻസിന് റിപ്ലൈ ചെയ്യാൻ കുറച്ച് താമസിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാതിരുന്നോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ വയ്യ കേട്ടോ. അതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കണം ഞാൻ. അപ്പോൾ ഇന്നാണ് ഞാൻ കുറേ കമൻസിന് റിപ്ലൈ കൊടുത്തതുമൊക്കെ. അപ്പോൾ സ്റ്റുഡിയോയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ അത് കുറച്ച് താമസിച്ചത്. അപ്പോൾ ദേ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പൂരിയും അതുപോലെ ഉള്ളിക്കറിയുമായിരുന്നു കേട്ടോ. മുട്ടയില്ലാത്ത ഒരു ഉള്ളിക്കറി, തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ഉള്ളിക്കറിയാണ് കേട്ടോ. അപ്പോൾ പാത്തുക്കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊച്ചിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കലത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കുന്നത് കൊണ്ട് പിന്നെ കഴിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. അതിന് എൻ്റെ ഭക്ഷണം മടുത്തോ എന്നല്ല കേട്ടോ. അത് പിന്നെ കൊച്ചുങ്ങളെ കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ആൾ കഴിച്ചോളൂ. അതാണ് അവൾക്കിഷ്ടം. അങ്ങനെ എന്തായാലും രാവിലെ എണീറ്റ് ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങോട്ട് പറയട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാമെന്ന് ഇങ്ങോട്ട് പറയുന്ന ദിവസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചോറ് ഉണ്ടാക്കി തരട്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, സ്കൂളിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പി കാര്യങ്ങളെല്ലാം ഞാൻ കഴിച്ചു. അതിനുശേഷം കൊച്ചിനെയും കൊണ്ടാക്കി റേഷൻ കടയിലും അതുപോലെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് നേരെ വാപ്പ കുറച്ച് മീൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ നിങ്ങൾ കഴിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ 2 ദിവസം മേടിച്ചു, പിന്നെ ഇന്നും കൂടെയൊക്കെ അപ്പോൾ 3 ദിവസം മേടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ വാപ്പ മീൻ കഴിക്കാറുണ്ട്. ഞങ്ങൾ പച്ചക്കറിയായിരുന്നു, പക്ഷേ പച്ചക്കറി കഴിച്ച് മടുത്തു. അത് വേറൊരു സത്യം. അപ്പോൾ ഇന്നെന്തായാലും മീൻ കൂട്ടാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെരുന്നാളിന് പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ ബീഫാണ് കേട്ടോ. പക്ഷേ വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളായിരുന്നേ. പെരുന്നാളിന് പിന്നെ പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊന്നും വേറെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു വരട്ടി, നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ മീൻകറി എല്ലാം കൂടെ സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് എല്ലാം അങ്ങ് കഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് ബീട്രൂട്ടും സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഒരു പ്രത്യേക തരത്തിലൊരു തോരനാണ് കേട്ടോ. അപ്പോൾ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കുന്നുണ്ട്. ബീട്രൂട്ട് കുറച്ച് വെന്ത് വരാനായിട്ടൊരു ഇച്ചിതല്ലേ, അതുകൊണ്ട് എണ്ണയിൽ വഴറ്റിയില്ല, പച്ചവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ബീഫിൽ എന്തോ ചെയ്തതെന്നറിയാമോ? ഇപ്പോൾ ഈ ബീട്രൂട്ടിൽ കുറച്ച് അരപ്പിട്ടിട്ടുണ്ട്. ജീരകം ഒഴിച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മളെ ബീട്രൂട്ടിൻ്റെ തോരനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കി തോർത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരൻ റെഡിയാണ് കേട്ടോ. ഇനി എന്നിട്ട് ബീഫിൻ്റെ കാര്യം പറയാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, 1-2 കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം, നമ്മുടെ കുക്കറാണെങ്കിലും ഇച്ചിരി വേവാൻ കുറച്ചുകൂടി താമസിക്കും കേട്ടോ. ഒരു 5-6 വിസിലടിച്ചെങ്കിൽ മാത്രമേ ബീഫ് വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടൊരു 6 വിസിലൊക്കെ അടിച്ചതിന് ശേഷം എടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഗ്യാസിൽ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ബീട്രൂട്ടിൻ്റെ തോരനുണ്ടല്ലോ, ഞാനിത് ആദ്യമായിട്ടാണ് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നത്. അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ ചാനലിൽ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് അതുപോലെ അങ്ങ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ടുള്ള കാര്യം പിന്നെ പറയാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഇറച്ചി താളിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിൽ കുറച്ച് മസാലയൊക്കെയല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് താളിച്ചെടുക്കാനായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ച ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത് ഭയങ്കര മണവും ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ, അരിഞ്ഞതല്ല കേട്ടോ, കൊച്ചുള്ളി ഒന്ന് കുത്തിയെടുത്തതാണ്, ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള, കുറച്ച് ബീഫ് എടുത്തിട്ടുള്ള ഒരു 1/2 കിലോ വരുന്നൊരു ബീഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല മതിയല്ലോ, ഒരുപാട് മസാല നമുക്ക് വേണ്ട, കുറച്ച് മതി. ഒരുപാടങ്ങ് കറിയായിട്ടിരിക്കുന്നില്ല, വരട്ടിയെടുക്കുന്നതാണ് കേട്ടോ. പെരണ്ടിരിക്കണം, മസാലയൊക്കെ ആ ഇറച്ചിയിൽ പെരണ്ടിരിക്കണം, ആ ഒരു പരുവത്തിന് എടുക്കാനാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതിലേക്ക് സവോളയിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറാൻ വേണ്ടിയിട്ട് ഉള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളിടണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഒരുവിധം ഒന്ന് വാടി വരട്ടെ. പിന്നെ നമ്മൾ ഇറച്ചി ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കുറുകിക്കോളും. സവോളയൊന്നും പിന്നെ കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് 2-3 പച്ചമുളകും, എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് കേട്ടോ ഇത്ര ഇട്ട് കൊടുത്തത്. എരിവ് കുറഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു റെസിപ്പി പറയട്ടെ, ഒരു ടിപ്പ് പറയട്ടെ. റെസിപ്പിയല്ല, ഒരു ടിപ്പ് പറഞ്ഞുതരാം. തക്കാളിക്ക് പകരം കുറച്ച് വിനാഗിരി ചേർത്താൽ മതി കേട്ടോ. പക്ഷേ വിനാഗിരി ചില ആളുകൾക്ക് ഇഷ്ടമല്ല. വിനാഗിരി കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഇതൊന്നും അല്ല വിനാഗിരി. അപ്പോൾ ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒഴിക്കണ്ട എന്നൊരു പറഞ്ഞതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. എന്തോ വലിയ അപകടം പോലെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വിനാഗിരി. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും. ഇനി ചേർക്കാനുള്ളത് മീറ്റ് മസാലയാണ്. ലേശം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ടേസ്റ്റിന്, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ലേശം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, പാകത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കണം. മുന്നേ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, ഉപ്പിട്ടിട്ടാണ് സവോള വരട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ടൊക്കെ വേണം ഉപ്പിടാനായിട്ട്. പക്ഷേ എന്തായാലും എനിക്ക് എൻ്റെ കറിയിൽ ഉപ്പിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ കുറച്ച് പച്ച തേങ്ങയും കൂടെ നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ പൊതുവേ ഇടും, ഉരുളക്കിഴങ്ങും ചില ആളുകൾ കറിയിലൊക്കെ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതിൽ നിന്നെടുത്ത് ചോറിൽ പൊതിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമ്പോഴത്തേക്ക്. അതുപോലെ വെള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, വെള്ള വഴുതനങ്ങയൊക്കെ നമ്മൾ ബീഫ് കറിയിൽ ചേർക്കാറുണ്ട്. ബീഫ് കറിയിലും അതുപോലെ ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വെള്ള വഴുതനങ്ങ ചേർക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറിയിലേക്ക് ഇത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കുത്തും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ഒന്ന് കുറുകി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മല്ലിയില ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മണമുള്ളൂ എന്നൊരിതാണ് കേട്ടോ. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റേ മല്ലിയില ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ മല്ലിയില, അത് പറ്റത്തില്ല കേട്ടോ. എനിക്കിത് തന്നെ വേണം. പിന്നെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചത് ഈ ഒരു ഗ്രേവി പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തീര് കിടന്ന് ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ. എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ച് ചോറ് കഴിക്കാനായിട്ട് പോകുവാണേ. അതിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് മൊത്തം എനിക്കുള്ളതാണ്. ഞാൻ അതിൽ നിന്ന് നുള്ളി പറക്കി എല്ലാം പറക്കിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറെ ആരും കഴിക്കത്തില്ല ഉരുളക്കിഴങ്ങൊന്നും അതിൽ കിടന്ന്. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കൊച്ചിനെ വിളിക്കാൻ പോകാനുള്ള സമയമൊക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് 1-2 കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്നത്തെ മോരുകറിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനും. ഇത്രയും ബീഫ് കറിയുടെ ഇടയ്ക്ക് എന്തിനാണ് ഈ ഒരു പച്ചക്കറി കൊണ്ടുവച്ചതെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയോ? എന്തോത്തിനാണ് ഇതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് തോരൻ എന്ന് തോന്നിയോ? ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. ചോറ് കഴിക്കാൻ സമയമാകുമ്പോൾ എല്ലാം അങ്ങ് നീക്കി മാറ്റി വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.